ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫേഴ്സണൽ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും പുതിയ മോഡൽ R15 V3 റിവ്യൂ ആണ്. സോ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വണ്ടിയുടെ ഡിസൈനിങ്ങിലേക്ക് കിടക്കാം. എന്താ പറയുക, ഒരു ഹെവി സ്പോർട്ടി ലുക്കാണ് യമഹ R15 V3 കൊടുത്തിരിക്കുന്നത്. യമഹ R1 ആയിട്ട് വളരെ സിമിലാരിറ്റീസ് നമുക്ക് തോന്നുന്നുണ്ട് പല ഭാഗങ്ങളിലും. പിന്നെ നമ്മുടെ ഡിസൈനിങ് V2 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം R15 V2 ആയിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് V3യുടെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വണ്ടിയുടെ ഡ്യുവൽ LED ഹെഡ്ലാംപ്സ് ആണ്. അത്യാവശ്യം നല്ല ഇൻറ്റൻസിറ്റി വേട്ടം തന്നെ എമിറ്റ് ചെയ്യുന്ന 2 LED ഹെഡ്ലാംപ്സ് R15 V3 കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഒരു എയർ ഇൻടേക്ക് പോലൊരു സംഭവം വന്നിട്ടുണ്ട്. ആക്ച്വലി അതൊരു ഡമ്മി പീസായിട്ടാണ് R15 V3 വെച്ചിരിക്കുന്നത്. വണ്ടിയുടെ എൻ്റെ സ്പോർട്ടി ഫീൽ നിലനിർത്താനും ആ ലുക്ക് കുറച്ചുകൂടെ കൂട്ടാനുമാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. അടുത്ത നമ്മളെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം വണ്ടിയുടെ വിൻഷീൽഡ് തന്നെയാണ്. വിൻഷീൽഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസിലുള്ള വിൻഷീൽഡ് തന്നെയാണ് R15 V3 വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വിൻ ബ്ലാസ്റ്റ് ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ മീറ്റർ കൺസോളിനെ കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീറ്റർ കൺസോൾ റീഡിങ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നു. മാത്രമല്ല വെള്ളമൊക്കെ വീഴുന്ന പ്രിവെൻറ്റ് ചെയ്യാനും ഈ വിൻഡ് സ്ക്രീൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിൻഷീൽഡ് എന്ന് പറയുന്ന വണ്ടിയുടെ ഓവറോൾ സ്പോർട്ടി ലുക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗം തന്നെയാണെന്ന് പറയാം. പിന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന വണ്ടിയുടെ ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു നല്ല ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കായിരുന്നു. യമഹയുടെ മിക്ക വണ്ടിയിലും ഈ ഒരു ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വരുന്നത്, ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ്. ഒരു LED ഇൻഡിക്കേറ്റർ കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇനി വണ്ടിയുടെ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളൊരു മിഡിൽ സെഗ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ടാങ്ക് പോർഷൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടാങ്ക് പോർഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്പോർട്ടി ഡിസൈൻ തന്നെയാണ് യമഹ ഇതിന് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഓവറോൾ ഡിസൈനിങ്ങിൽ ആ ടാങ്ക് വളരെ ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ടാങ്കൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഫൈബർ മെറ്റീരിയൽസും കൊണ്ടാണ്. അത് ചിലർ പോരായ്മയായിട്ട് പറയുമെങ്കിലും ഈ വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് ബാലൻസിനൊക്കെ അത് വളരെ ഉപയോഗമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് റിഡക്ഷന് അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അടുത്തായിട്ട് വരുന്ന വണ്ടിയുടെ കിറ്റാണ്. കിറ്റ് വൈബ്രേഷനൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അത്യാവശ്യം ഇപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. വലിയ കിറ്റ് വൈബ്രേഷനൊന്നും നമുക്ക് വണ്ടിയിൽ ഫീൽ ചെയ്യണില്ല. പിന്നെ ടാങ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ്, ഫ്യൂൽ കപ്പാസിറ്റി. ഒരു 11 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നൊരു ടാങ്കാണ്. അത് കുറഞ്ഞു പോയോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറഞ്ഞു പോയിട്ടില്ല. കാര്യം അത്യാവശ്യം നല്ല മൈലേജ് ഓഫർ ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ 11 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി തന്നെ മതിയെന്നാണ് തോന്നുന്നത്. പിന്നെ ഡിസൈനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയാവുന്നൊരു കാര്യമുണ്ട്. അതായത് വണ്ടിയുടെ വെൽഡിംഗ് ഒന്നും എനിക്ക് അത്ര നീറ്റ്നെസ് ആയിട്ട് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ വെൽഡ് ചെയ്ത പാർട്സൊക്കെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇച്ചിരൂടെ മികച്ച രീതിയിൽ ഡിസൈനും കൊണ്ടുവരായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആ പാർട്സൊക്കെ ഒന്ന് കവർ ചെയ്യുമായിരുന്നെങ്കിൽ വണ്ടി കുറച്ചുകൂടെ ലുക്കായേനെ. അപ്പം വെൽഡിംഗ് ഒക്കെ പുറത്ത് കാണാവുന്ന രീതിയിലാണ്, കണ്ടോ ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെയാണെങ്കിൽ വെൽഡിങ് പുറത്ത് കാണാവുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. അതൊക്കെ കുറച്ചുകൂടെ മാറ്റം വരുത്തുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ വണ്ടിയുടെ ബാക്ക് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാബ് റെയിൽസ് നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഗ്രാബ് റെയിൽസിൻ്റെ ആ ഒരു ഉപയോഗം ഇവിടെ പൂർണ്ണമാകുന്നില്ല. കാരണം ഒരു പില്യൺ റൈഡ് ചെയ്യുന്നതുകൊണ്ട് സമയത്ത് അവർക്ക് പിടിക്കാനൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. ആക്ച്വലി ഇതൊരു
നല്ല ടഫ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ടഫ് ഫൈബർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഉപയോഗം പൂർണ്ണമാകുന്നില്ല. കാരണം അത് കൈ പിടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഞാനും കൂടെയാണ് വണ്ടി എടുത്തുകൊണ്ട് വന്നത്. ഞാനായിരുന്നു പില്ലിയനായിട്ടിരുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടായിരുന്നു പുറകെ ഇരിക്കുമ്പോൾ പിടിക്കാൻ. പിന്നെ V2 അപേക്ഷിച്ച് കുറച്ചുകൂടെ മെച്ചമാണ്. കാരണം V2 ഗ്രാബ് റെയിൽസ് പോലും അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കില്ല. അതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മെച്ചമാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. ഗ്രാബ് റെയിൽസ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ വണ്ടിയുടെ ബാക്ക് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും വണ്ടിയുടെ ടെയിൽ ലാമ്പിൻ്റെ ആ സെഗ്മെൻറ്റ് എനിക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കായിരുന്നു തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓവറോൾ നല്ല സ്പോർട്ടി ഡിസൈനിങ്ങും ലുക്കിലും ഒക്കെ ആയിരുന്നു വരുന്നത്. ബാക്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു കുറവ് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് അത് LED ഇൻഡിക്കേറ്റേഴ്സ് ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓവറോൾ ഒരു ആവറേജ് ഫീലാണ് ബാക്ക് പോർഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ വരുന്ന വണ്ടിയുടെ എക്സോസ്റ്റാണ്. നല്ല സ്പോർട്ടി എക്സോസ്റ്റ് തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. ആ വണ്ടിയുടെ ഡിസൈനിനോട് അത് നന്നായിട്ട് തന്നെ യോജിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒരു മഡ് ഗാർഡ്സ് വരുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ RR310 വരുന്നുണ്ട്. പിന്നെ NSലൊക്കെ ഒരു ടൈപ്പ് കാണുന്നുണ്ട്. ഒരുപാട് വലിയ സൈസ് അല്ലെങ്കിലും ഒരു നല്ല മഡ് ഗാർഡ്സ് ബാക്കിൽ വരുന്നുണ്ട്. വണ്ടിയുടെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ലിക്വിഡ് കൂൾഡ് 4 സ്റ്റോക്ക് SOHC 4 വാൾവ് എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 155 cc ആണ്. ഈ 155 cc ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന നമ്മുടെ R15ൻ്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 19.3 PS 6 RPM അതോടൊപ്പം തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ 14.7 Nm അറ്റ് 8500 RPM ആണ് വരുന്നത്. പിന്നെ വണ്ടിക്ക് 6 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. വണ്ടിയിൽ നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വണ്ടിയുടെ ക്ലച്ച് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്ലിപ്പർ ക്ലച്ച് സിസ്റ്റമാണ് വരുന്നത്. പിന്നെ അടുത്ത കാര്യം പറഞ്ഞാൽ വണ്ടിയുടെ ക്ലച്ച് ഫീലാണ്. നല്ല ക്ലച്ച് ഫീൽ തന്നെയാണ് വണ്ടിക്കുള്ളത്. അതായത് ഒരു സ്മൂത്ത് ക്ലച്ച് ഫീലാണ്. നമുക്ക് ട്രാഫിക്കിലോ സിറ്റിയിലൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന ഒരു ക്ലച്ച് ഫീൽ തന്നെയാണ്. അതായത് വണ്ടിയൊക്കെ ട്രാഫിക്കിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് ഒരുപാട് സ്ട്രെസ് എടുക്കേണ്ടി വരുന്നില്ല ക്ലച്ച് ഫീലിൻ്റെ കാര്യത്തിൽ. നല്ല ക്ലച്ച് പ്ലേ ഉണ്ട് വണ്ടിക്ക്. സസ്പെൻഷൻ്റെ കാര്യമാണെങ്കിൽ ടെലിസ്കോപ്പിക് ആയിട്ടുള്ള ഫ്രണ്ട് സസ്പെൻഷനാണ് വന്നേക്കുന്നത്. പക്ഷേ R15 പുറത്ത് ലോഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ്. മോശം പറയാത്ത നല്ല രീതിയിലുള്ള സസ്പെൻഷൻ തന്നെ വണ്ടിക്ക് തരുന്നുണ്ട്. സസ്പെൻഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിംഗാംസിലേക്ക് അറ്റാച്ച് ചെയ്തൊരു മോണോഷോക്ക് റിയർ സസ്പെൻഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതായിട്ട് വണ്ടിയുടെ ബ്രേക്സിലേക്ക് കിടക്കുകയാണെങ്കിൽ 252 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 220 mm റിയർ ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട്. അപ്പം നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വണ്ടി ABS വേർഷൻ അല്ല. R15 V3യുടെ ABS വേർഷൻ 2019 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABSോടുകൂടിയാണ് വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വണ്ടിയുടെ കിട്ടിയിരിക്കുന്നത് വെച്ചാൽ നോൺ ABS വണ്ടിയാണ്. ABS വണ്ടി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ R15 V3 ഡ്യുവൽ ചാനൽ ABSോടുകൂടിയാണ് വരുന്നതെന്ന കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടയർസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും വന്നിരിക്കുന്ന ടയർ MRFൻ്റെ നൈലോ ഗ്രിപ്പ് സാബർ ട്യൂബ്ലെസ് ടയേഴ്സാണ്. ഫ്രണ്ട് ടയറിലെ സൈസ് എന്ന് പറഞ്ഞാൽ 100/80 അതോടൊപ്പം തന്നെ ബാക്ക് ടയറിൽ 140/70 സൈസ് വന്നിരിക്കുന്നത്. അതായത് അത്യാവശ്യം നല്ല വീതിയിലുള്ള ടയർ തന്നെയാണ് ബാക്ക് സൈഡ് വരുന്നത്. അത് നമുക്ക് കോർണറിങ്ങിനൊക്കെ നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു. വണ്ടിയുടെ സീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ മെച്ചപ്പെട്ട ഒരു സീറ്റിംഗ് തന്നെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. റൈഡർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടിൽ തന്നെ വണ്ടിയിലിരിക്കാം. അത്യാവശ്യം നല്ല വീതിയേറൊരു സീറ്റാണ് റൈഡർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പില്ലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പില്ലിയൻ സീറ്റ് ഒട്ടും കംഫർട്ടല്ല. മാത്രമല്ല ലോങ് റൈഡിനൊക്കെ പില്ലിയൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രാബ് റെയിൽസിൻ്റെ ഒരു യൂസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നില്ല. പില്ലിയൻ റൈഡിന് ഏകദേശം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ R15 V3 അത്ര കോമ്പാക്റ്റബിൾ അല്ല. റൈഡറിൻ്റെ കേസാണെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ പില്ലിയൻ്റെ റൈഡിങ് കംഫർട്ട് വളരെ ഒരു പൂറാന്ന് തന്നെ പറയാം. വണ്ടിയുടെ മീറ്റർ കൺസോളിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നല്ല സ്പോർട്ടി മീറ്റർ കൺസോൾ തന്നെയാണ് R15 V3 വന്നിട്ടുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമായി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെസ്സേജോടുകൂടി വരുന്നത് ഹായ് ബഡ്ഡി എന്നാണ് ഇപ്പോൾ ഇതിനകത്ത് എഴുതി കാണിച്ചത്. നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ പേരൊക്കെ കേൾക്കാം. വണ്ടിയിലെ എല്ലാ ബേസിക് ഇൻഡിക്കേഷൻസും വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടിയിലെ ഇപ്പോൾ RPM ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഫ്യൂൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ വരുന്നുണ്ട്, പിന്നെ ഗിയർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ വണ്ടി ന്യൂട്രലാണ്. ഞാൻ ജസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ഗിയറായി, ന്യൂട്രലായി. ഇനി വണ്ടിയിൽ വരുന്ന ഓഡോമീറ്റർ വരുന്നുണ്ട്, ട്രിപ്പ് 1 മീറ്റർ വരുന്നുണ്ട്, ട്രിപ്പ് 2 മീറ്റർ വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്, ലാപ്പ് ടൈമർ വരുന്നുണ്ട്. ഇതിൽ പിന്നെ വന്നിട്ടുള്ള ഇൻഡിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ABS മോഡലാണെങ്കിൽ ABSൻ്റെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന ABS മോഡലല്ലാത്തതുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല. ന്യൂട്രൽ വരുന്നുണ്ട്, എഞ്ചിൻ്റെ ഹീറ്റ് കാണിക്കുന്നുണ്ട്, റെഡ് ലൈൻ കാണിക്കുന്നുണ്ട്, RPM ലിമിറ്റൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ കൺസോൾ തന്നെയാണ് R15 V3 വന്നിരിക്കുന്നത്.
പിന്നെ വണ്ടിയുടെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് മീറ്റർ കൺസോളിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വിസിബിലിറ്റി വരുന്നുണ്ട്. അതിപ്പോൾ വെയിലുള്ള സമയത്താണെങ്കിലും ശരി, എന്താ പറയുക, ഓവറായിട്ട് വണ്ടിയിലേക്ക് വെട്ടമടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. മാത്രമല്ല നമ്മുടെ മീറ്റർ കൺസോളിങ്ങിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 150cc സെഗ്മെൻറ്റിൽ ഓവറോളായിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു മീറ്റർ കൺസോൾ R15 V3 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് വണ്ടി കയറി ചെയ്തതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചു. അതായത് ഈ വണ്ടിയുടെ എന്താ പറയുക, വണ്ടിയുടെ ഫീൽ എന്ന് പറഞ്ഞാൽ പക്ക സ്പോർട്ടി ഫീലാണ് കിട്ടുന്നത്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ആ പോസ്റ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. ഏകദേശം വണ്ടിയുടെ ഹാൻഡിൽ ബാറും സീറ്റ് ഹൈറ്റും ഒരേ ലെവലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് സ്ട്രെച്ചഡ് ആയിട്ടാണ് ഹാൻഡിൽ ബാർ പിടിച്ചിരിക്കുന്നത്. ഒരു സ്പ്ലിറ്റ് ഹാൻഡിൽ ബാർസ് അല്ല വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടാവും ഒരു സ്പ്ലിറ്റ് ഹാൻഡിൽ ബാർസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ സ്പ്ലിറ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്, ജോയിൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഡിസൈനിങ്ങിന് ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ലുക്കാണ് കൊടുക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഓൾറൗണ്ട് പെർഫോമൻസിനെയൊക്കെ പറ്റി ചോദിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ. ഈ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യം, നിങ്ങളിത് എന്ത് പർപ്പസിനാണ് എടുക്കുന്നതിന് ഉള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടൂറിങ് പർപ്പസിനൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വണ്ടിയുടെ മേലിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവും, അല്ലെങ്കിൽ വണ്ടിയോടൊരു ഇത് കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോമ്പാക്റ്റുകളായിരിക്കില്ല ടൂറിങ് സമയത്ത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം വണ്ടിയുടെ പോസ്ചറാണ്. പോസ്ചർ എന്ന് പറയുന്നത് നമ്മളൊരു ഫോർവേഡ് പുഷ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ഇച്ചിരി വണ്ണമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് വെയിറ്റ്സ് ഒക്കെ പുറകെ തൂക്കിയിട്ടുകൊണ്ട് പോകണ ബാഗൊക്കെ ഉള്ള ആയിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ വെയിറ്റും വണ്ടിയുടെ ഈ പോസ്റ്ററും തമ്മിൽ ഒരിക്കലും മാച്ച് ആയില്ല. നമുക്ക് ഷുവറായിട്ട് ബാക്ക് പെയിൻ വരാൻ ചാൻസ് ഉണ്ട്, അല്ലാതെ ഷോൾഡർ പെയിൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് എല്ലാവരും തന്നെ ഈ വണ്ടിയിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഒരു ഡീമെറിറ്റായിട്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ വണ്ടി ഒരിക്കലും ഒരു ടൂററായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് ഒരു സ്പോർട്സ് ബൈക്കാണ്. അതിൻ്റെ ആ എന്താ പറയുക, ആ സ്പോർട്ട് ഫീൽ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഈ നമുക്കൊരു റൈഡിംഗ് പോസ്റ്റർ കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ പവർ ഡെലിവറിയും പെർഫോമൻസും എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഒരു 150cc വണ്ടി ഓഫർ ചെയ്യുന്നതിനേക്കാളും മേലെയുള്ളൊരു പെർഫോമൻസാണ് R15 V3 കാഴ്ചവെക്കുന്നത്. അതെനിക്ക് ഓടിച്ചപ്പോൾ തന്നെ മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ടോപ്പ് എൻഡിലൊക്കെ തന്നെ മാരക പവർ ഡെലിവറിയാണ്. ഒരു 4th ഗിയറിലൊക്കെ തന്നെ നമുക്ക് 100ഒക്കെ സുഖമായിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഈ വണ്ടിയിൽ VVA ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. VVA ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ടോപ്പ് എൻഡിന് വേണ്ടി തന്നെ നമുക്ക് ഡിസൈൻ ചെയ്താൽ നമുക്ക് പറയാം. അതായത് ടോപ്പ് എൻഡ് സമയത്ത് നമുക്ക് പോകുമ്പോഴത്തേക്കുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, വേറെ ലെവൽ കോൺഫിഡൻസ് ആണ്. പിന്നെ അങ്ങനെ പോകുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ വൈബ്രേഷൻസ് ഇല്ലാത്തൊരു വണ്ടികൾ പൊതുവെ കുറവാണല്ലോ. പക്ഷേ ഇതിനകത്തുണ്ടാകുന്ന ഒരുപാട് വൈബ്രേഷൻസ് ഒന്നും വരുന്നില്ല. പിന്നെ സീറ്റിലേക്ക് കുറച്ച് വൈബ്രേഷൻ വരുന്നുണ്ട്. സീറ്റിലേക്കുള്ള വൈബ്രേഷൻ ചെറിയൊരു ഡിസ്കംഫോർട്ട് റൈഡറിന് കൊടുക്കുന്നുണ്ട്. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം വണ്ടി പെർഫെക്റ്റ് ആണ്. ഒരു 150cc നമുക്ക് കിട്ടുന്നതിൻ്റെ എബോ ഒരു പെർഫോമൻസ് നമുക്ക് R15 V3 തരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ പവർ ഡെലിവറി എന്ന് വെച്ചാൽ വളരെ ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി തന്നെയാണ്. ഒട്ടും നമ്മളെ എടുത്ത് വലിച്ചുകൊണ്ട് പോകുന്ന പവർ ഡെലിവറി ഒന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പില്യൺ കംഫോർട്ടിൻ്റെ കാര്യത്തിൽ വണ്ടി ഇച്ചിരി കുഴപ്പമൊന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പില്യൺ ഒരു വിധത്തിലുള്ള കംഫർട്ടും എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് നേരത്തെ പറഞ്ഞ വണ്ടി എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അവൻ കുറച്ച് നേരം ഞാൻ ഓടിച്ചു, കുറച്ച് നേരം അവൻ ഓടിച്ചു. അവൻ പുറകെ ഇരുന്നു, ഞാനും പുറകെ ഇരുന്നു. അപ്പം രണ്ടുപേരിൽ നിന്നും കിട്ടിയിട്ടുള്ളൊരു റെസ്പോൺസ് അത്രയും നല്ലതല്ല. മാത്രമല്ല ഒരു ഫാമിലി യൂസിന് പറ്റുന്നില്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അതായത് നമ്മുടെ അമ്മേനെയോ ഭാര്യേനെയൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന സമയത്താണെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും പുറകെ ഇരിക്കാനുള്ള സമയത്ത്. ടൂറിങ്ങിൻ്റെ ഒക്കെ സമയത്താണെങ്കിൽ ഉറപ്പാണ് പില്യൺ ക്ഷീണിച്ച് തളർന്നു പോകും. പിന്നെ ടൂറിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വണ്ടി ടൂറിംഗ് പർപ്പസിനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പോസ്റ്ററാണ് നേരത്തെ പറഞ്ഞ പോലെ. ആ പോസ്റ്റർ വളരെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഷുവറാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വണ്ടിയുടെ പോസ്റ്ററിങ്ങിൽ വന്നിരിക്കുന്ന പ്രശ്നമൊന്നുമല്ല ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്ടി ഫീലിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരുന്നത്. വണ്ടി എവിടെയൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറയും, സിറ്റി യൂസിനൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ള മോഡൽ തന്നെയാണ് R15 V3. ഇപ്പോൾ ട്രാഫിക് കണ്ടീഷൻസൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി വളരെ സിമ്പിളായിട്ട് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. വണ്ടിക്ക് ഓവറോൾ വെയിറ്റ് പൊതുവെ കുറവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈബറാണ് മിക്ക പാർട്സിലും വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 142 കിലോ ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. പിന്നെ ഫുൾ ടാങ്ക് പെട്രോളും പ്ലസ് ഓയിലും കൂടെ വരുമ്പോഴാണ് 142 കിലോ എന്നുള്ള ഒരു വെയിറ്റ് വരുന്നത്. പിന്നെ ഞാൻ ഈ വണ്ടി എന്താ പറയുക, ഓഫ് റോഡിങ്ങിനൊന്നും നിങ്ങളോട് സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഒരു സ്പോർട്സ് ബൈക്കാണ്. ഓഫ് റോഡിങ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടല്ല. ചെറിയ ഓഫ് റോഡിങ് ആണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല.
അല്ലാതെ നിങ്ങളൊരു എക്സ്ട്രീം ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പാണ് വണ്ടിക്കും പണി വരും, നിങ്ങൾക്കും പണി വരും. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ പറഞ്ഞാൽ 170 mm ഉള്ളൂ. അതൊക്കെ ഒരു മെയിൻ കാരണമാണ്. ഓഫ് റോഡിങ്ങിന് ഒരു 170 mm വണ്ടിയൊക്കെ ആയിട്ട് പോകുമ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ വണ്ടി ആക്ച്വലി അതിന് വേണ്ടിയിട്ടല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്, വണ്ടിക്കും പണി വരും. അതുകൊണ്ട് ഒരു സിറ്റി യൂസിനൊക്കെ വളരെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മോഡലാണ്. ഒരു ടൂറിംഗ് പർപ്പസിനാണെങ്കിൽ ഞാൻ പറയും ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് അല്ല, വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു എന്താ പറയുക, ഒരു സിറ്റി യൂസ് അല്ലെങ്കിൽ ഒരു ട്രാക്ക് യൂസിനൊക്കെയാണ്.